പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ 3 പ്രോബ്ലം കണ്ടതാണ്. ഇനി കുറച്ച് പ്രോബ്ലം കൂടി പഠിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈഫ് ഇൻ്റഗ്രൽ fx/s² + 1 ഈസ് ഈക്വൽ ടു log mod s² + 1 + c then fx ഈസ് ഈക്വൽ ടു ഡാഷ്. ഈഫ് ഇൻ്റഗ്രൽ fx/s² + 1 ഈസ് ഈക്വൽ ടു log mod s² + 1 + c then fx ഈസ് ഈക്വൽ ടു ഡാഷ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, താഴത്തേൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വരുമ്പോഴാണ് ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി എന്ന് ആൻസർ വരുന്നത്. അപ്പോൾ താഴത്തേൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ അല്ലേ എഫക്സ് ആയിട്ട് വരേണ്ടത്. അതുകൊണ്ടല്ലേ ഇതിൻ്റെ ആൻസർ, ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ ലോഗ് മോഡ് s² + 1 + c എന്ന് വന്നത്. അപ്പോൾ എഫക്സ് എന്താണ്? ഈ s² + 1ൻ്റെ ഡിഫറൻഷ്യൽ അതെന്താണ്? 2x. s² + 1ൻ്റെ ഡിഫറൻഷ്യൽ 2x ആയിട്ട് വരും എഫക്സ്. ബി പാർട്ട്, ഫൈൻഡ് ഇൻ്റഗ്രൽ x e⁻x dx. ഇൻ്റഗ്രൽ x e⁻x dx ഇത് പ്രൊഡക്റ്റിൻ്റെ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് ഐലൈറ്റ് വെച്ച് ഫസ്റ്റ് സെക്കൻഡ് തീരുമാനിക്കാം. എക്സ് എന്ന് പറയുന്നത് ഓൾജിബ്രയ്ക്കും e⁻x എന്ന് പറയുന്നത് എക്സ്പാൻഷനുമാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, e⁻x സെക്കൻഡ് ഫംഗ്ഷനാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സെറ്റ് ബ്രാക്കറ്റ് അടച്ചിട്ട് ഡി എക്സ്. ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ സെറ്റ് ബ്രാക്കറ്റ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സെറ്റ് ബ്രാക്കറ്റ് അടച്ചിട്ട് ഡി എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എന്താണ് ഇൻ്റഗ്രൽ e⁻x ds e⁻x മൈനസ് ഇൻ്റഗ്രൽ d/dx ഓഫ് എക്സ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ e⁻x ds e⁻x dx. ഈ ലാസ്റ്റ് dx x e⁻x മൈനസ് ഇൻ്റഗ്രൽ e⁻x dx e⁻x പ്ലസ് c. അങ്ങനെ ഐലൈറ്റ് വെച്ച് പാർട്സ് ചെയ്തു. അപ്പോൾ എ ബി 2 ക്വസ്റ്റ്യനാണ്, 4 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേറ്റ് 3x - 1/x - 1 s - 2 s - 3. ഈ ക്വസ്റ്റ്യൻ ഒരു റാഷണൽ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഒറ്റ വഴിയുള്ളൂ, പാർഷ്യൽ ഫ്രാക്ഷൻ. ഇൻ്റഗ്രൽ 3x - 1/s - 1 s - 2 s - 3 dx. ഇൻ്റഗ്രേറ്റ് എന്ന വേർഡ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യനെ നമ്മൾ സിമ്പിൾ, ഈ ഇൻ്റഗ്രൽ സൈന് dx വിട്ട് സിമ്പിൾ ഇട്ട് എഴുതി. മുകളിൽ ഫസ്റ്റ് ഡിഗ്രി, താഴെ തേർഡ് ഡിഗ്രി. അപ്പോൾ ഇത് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാണ്. ഇനി ഇൻ്റഗ്രാൻഡ് 3x - 1/x - 1 × s - 2 × s - 3 നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ഇങ്ങനെ തിരിക്കാം. a/s - 1 + b/s - 2 + c/s - 3 LC എടുത്തു. x - 1 × s - 2 × s - 3 എയുടെ കൂടെ വരുന്നത് s - 2 × s - 3 പ്ലസ് ബിയുടെ കൂടെ വരുന്നത് x - 1 × s - 3 പ്ലസ് സിയുടെ കൂടെ വരുന്നത് x - 1 × s - 2. അങ്ങനെ നമ്മൾ LC എടുത്തു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈക്വൽ ടു ഇട്ട് വന്നത്. അപ്പോൾ ഈ ആദ്യത്തെ കാര്യവും മൂന്നാമത്തെ കാര്യവും കൂടി ഈക്വൽ ആയിട്ട് വരുമ്പോൾ രണ്ടും ഫ്രാക്ഷൻസ് ആണ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ രണ്ടിൻ്റെയും ന്യൂമറേറ്റർ സെയിം ആണ്. 3x - 1 ഈസ് ഈക്വൽ ടു a × s - 2 × s - 3 പ്ലസ് b × s - 1 × s - 3 പ്ലസ് c × s - 1 × s - 2 എന്ന് വരുന്നു. ഇനി ഇത് എളുപ്പവഴി ചെയ്യാനുള്ള ഒരു വഴിയാണിത്. എക്സിന് 2 അങ്ങോട്ട് കൊടുത്താൽ ഈ പറയുന്നതും 0 ആയി പൊക്കോളും, ഇവിടെ 0 ആയി പൊക്കോളും. അപ്പോൾ ഇവിടെ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ബിയുടെ വില കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ ഓരോ വിലകൾ കൊടുത്താൽ മതി. പുട്ട് x2 0 ആകത്തക്ക വിധം എക്സിന് ഏത് വില കൊടുക്കാൻ പറ്റുമോ നോക്കി ഇട്ടാൽ മതി. പുട്ട് x2 കൊടുക്കുമ്പോൾ 3 × 2 6 - 1 ഈസ് ഈക്വൽ ടു ഇത് 0 ആയിപ്പോയി. b × 2 - 1 × 2 - 3 ഇതും 0 ആയിപ്പോയി. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു b × 1 × -1 b -5 എന്ന് കിട്ടി. ഇനി പുട്ട് x1 കൊടുത്താൽ ഇത് 0 ആയി പൊക്കോളും, ഇത് 0 ആയി പൊക്കോളും. അപ്പോൾ 3 × 1 - 1 ഈസ് ഈക്വൽ ടു a × 1 - 2 × 1 - 3 2 ഈസ് ഈക്വൽ ടു a × -1 × -2 a ഈസ് ഈക്വൽ ടു 1 കിട്ടുന്നു. ഇത് 2a 2 വന്നിട്ട് a 1 കിട്ടുന്നു. ഇനി നമുക്ക് നോക്കിയാൽ പുട്ട് x3 ഇട്ടാൽ ഈ ഭാഗവും 0 ആയി പൊക്കോളും. 3 × 3 - 1 എന്ന് വരുന്നു. 3 × 3 - 1 ഈസ് ഈക്വൽ ടു c × 3 - 1 × 3 - 2
അപ്പോൾ 9 - 1 8 സമം സി ഇൻറ്റു 2 ഇൻറ്റു 1 അങ്ങനെ സിയുടെ വില 4 കിട്ടുന്നു. അങ്ങനെ നമ്മുടെ ഇൻ്റഗ്രാൻഡ് 3x - 1/(x - 1) ഇൻറ്റു (x - 2) ഇൻറ്റു (x - 2) എന്തായി മാറി? A1 ആയതുകൊണ്ട് 1/(x - 1) പ്ലസ് B -5 ആയതുകൊണ്ട് ഇവിടെ B -5 ആണ്, -5/(x - 2) പ്ലസ് C4 ആയതുകൊണ്ട് 4/(x - 2) എന്നായിട്ട് മാറി. അപ്പോൾ ഹരണത്തിൻ്റെ രൂപത്തിൽ കിടന്ന ഇൻ്റഗ്രാൻഡ് പ്ലസിൻ്റെ രൂപത്തിലേക്ക് മാറി. ഇൻ്റഗ്രൽ 3x - 1/(x - 1) (x - 2) (x - 3) dx ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ 1/(x - 1) dx -5 ഇൻറ്റു ഇൻ്റഗ്രൽ 1/(x - 2) dx പ്ലസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ 1/(x - 2) dx എന്ന കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് എഴുതാൻ പറ്റും. ഇനി എങ്ങനെ 1/(x - 1) ഇൻ്റഗ്രേറ്റ് ചെയ്യും? നിങ്ങൾക്കറിയാം 1/(x)ൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് x ആണ്. അപ്പോൾ ക്യാപിറ്റൽ X ആയിട്ട് (x - 1) എടുത്താൽ മതി. 1/(X) എന്ന് വായിച്ചുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് (x - 1) എന്ത് ക്യാപിറ്റൽ X എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യലായ 1 കൊണ്ട് ഹരിച്ചു. -5 ഇൻറ്റു ഇവിടെയും ക്യാപിറ്റൽ X ആയിട്ട് (x - 2) എടുക്കുന്നു. ക്വസ്റ്റ്യൻ മാറ്റി പറയുന്നു 1/(X) 1/(X)ൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് ക്യാപിറ്റൽ X അതായത് ലോഗ് മോഡ് (x - 2) എന്നിട്ട് ക്യാപിറ്റൽ X ആയിട്ട് കരുതിയ (x - 2)ൻ്റെ ഡിഫറൻഷ്യൽ 1 കൊണ്ട് ഹരിക്കുന്നു പ്ലസ് 4 ഇൻറ്റു ക്യാപിറ്റൽ X ആയിട്ട് (x - 2) എടുക്കുന്നു. ക്വസ്റ്റ്യൻ മാറ്റി പറയുന്നു 1/(X) 1/(X)ൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് ക്യാപിറ്റൽ X ലോഗ് മോഡ് (x - 3) എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻഷ്യൽ 1 കൊണ്ട് ഹരിക്കുന്നു പ്ലസ് സി. അപ്പോൾ ലോഗ് മോഡ് (x - 1) -5 ലോഗ് മോഡ് (x - 2) പ്ലസ് 4 ലോഗ് മോഡ് (x - 3) പ്ലസ് സി എന്ന് ആൻസർ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അത് വരുന്നത് ഇതാണ്. ഇൻ്റഗ്രൽ e⁻x sin x dx. നിങ്ങൾ ഫോർമുല പഠിച്ചപ്പോൾ ഓർമ്മിച്ചിട്ടില്ലേ? e⁻xൻ്റെ കൂടെ സൈൻ വരികയോ കോസ് വരികയോ ചെയ്താൽ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം എഴുതി തന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ക്വസ്റ്റ്യനെ ലെറ്റായിന്ന് പേരിടണം. ഇവിടെയും പാർട്സ് തന്നെയാണ് ചെയ്യണത്, ഹൈലൈറ്റ് വെച്ച് തന്നെയാണ് ചെയ്യണത്. പക്ഷേ ഒരു കുഴപ്പമുള്ളത് e⁻xൻ്റെ കൂടെ സൈനോ കോസോ വന്നാൽ ഇത് തന്നെ വീണ്ടും വരും. ഈ പാർട്സ് ചെയ്ത് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വരും. ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വന്നുകൊണ്ടിരുന്നാൽ കണക്ക് അവസാനിക്കില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഐന്ന് പേരിട്ടാൽ ആ വീണ്ടും വരുന്ന സ്ഥലത്തും ഐന്ന് പേരിടാം. ഐകളെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ഐയുടെ വില കണ്ടുപിടിക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഐന്ന് പേരിടാൻ പറഞ്ഞത്. ലെറ്റ് ഐ ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ e⁻x sin x dx ഹൈലൈറ്റ്. അപ്പം നമുക്കറിയാം ഇതിൽ ഫസ്റ്റ് ഏതാ സെക്കൻഡ് ഏതാ? ഫസ്റ്റ് ട്രിഗ്നോമെട്രിക്കാണ് സൈൻ എക്സ് വരുന്നത്. e⁻x വരുന്നത് എക്സ്പോണൻഷ്യലാണ്. അപ്പോൾ സൈൻ എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, e⁻x സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രലോ സെക്കൻഡ് എന്താണ്? ഉത്തരമാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ, e⁻x മൈനസ് ഇൻ്റഗ്രൽ ഡിഫറൻഷ്യലോ ഫസ്റ്റ് എന്താണ്? കോസ് എക്സ് ആണ്. സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രലോ സെക്കൻഡ് എന്താണ്? e⁻x dx. ഇങ്ങനെ ആൻസർ മാത്രം എഴുതിപ്പോയാലും മതി, അതാണ് എളുപ്പം. e⁻x sin x മൈനസ്, ഇനി വീണ്ടും ഇത് ഹൈലൈറ്റ് വെച്ച് ഫസ്റ്റ് സെക്കൻഡും എടുത്ത് പാർട്സ് ചെയ്യുന്നു. കോസ് എക്സ് ഫസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ട്രിഗ്നോമെട്രിക് ആയതുകൊണ്ട് e⁻x സെക്കൻഡ്. വീണ്ടും നമ്മളൊരു പാർട്സ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ കോസസ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡിൻ്റെ ആൻസർ e⁻x മൈനസ് ഇൻ്റഗ്രൽ ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് e⁻x dx. അപ്പോൾ ഐ സമം e⁻x സൈനസ് മൈനസ് e⁻x കോസ് എക്സ്, 3 മൈനസ് വരുമ്പോൾ മൈനസ് ഇൻ്റഗ്രൽ e⁻x സൈനസ് ഡി എസ്. ഈ ഇൻ്റഗ്രൽ e⁻x സൈനസ് ഡി എസ് എന്താണ്? ഐ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മളിവിടെ ഐ കൊടുക്കുന്നു. LHS y ആണ്. ഐ ഈസ് ഇക്വൽ ടു e⁻x ഇൻറ്റു ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സൈനസ് മൈനസ് കോസസ് മൈനസ് ഐ. അയ്യോ ആയിട്ട് സൈഡിൽ കൊണ്ടുവരുമ്പോൾ 2i ഈസ് ഇക്വൽ ടു e⁻x ഇൻറ്റു സൈനസ് മൈനസ് കോസസ് പ്ലസ് സി. ഐ ഈസ് ഇക്വൽ ടു e⁻x/2 ഇൻറ്റു സൈനസ് മൈനസ് കോസസ് പ്ലസ് സി. അങ്ങനെ നമുക്ക് ക്വസ്റ്റിന് പേരിട്ട് ഐയുടെ വില കിട്ടി. 5 കഴിഞ്ഞു. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 1/s² പ്ലസ് a² dx. ഇൻ്റഗ്രൽ 1/s² പ്ലസ് a² dx. അതിന് മുമ്പ് നിങ്ങൾക്ക് 5 ഒന്നുകൂടെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? 5ൽ വന്ന 2 പ്രോബ്ലംസ്, ഒന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ കണക്ക്, ഒന്ന് പാർട്സിൻ്റെ കണക്ക്. 2 കണക്കാണ് വന്നത്. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ കണക്ക് നിങ്ങൾക്ക് അറിയത്തില്ലേ? ആ ഇൻ്റഗ്രാൻഡ് എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് LCM എടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ നമ്മൾ എയുടെയും ബിയുടെയും സിയുടെയും വില കണ്ടുപിടിക്കാൻ വേണ്ടി x2 എടുത്തു, x1 എടുത്തു, x3 എടുത്തു, അങ്ങനെ കുറേ ഭാഗങ്ങൾ ക്യാൻസലായി പോയിട്ട് എ ബി സിയുടെ വില കിട്ടിയിട്ട് നമ്മുടെ ഇൻ്റഗ്രാൻഡ് ആ വിലയിട്ട് എഴുതുമ്പോൾ വേറൊരു രൂപത്തിലേക്ക് മാറുന്നു, അതായത് പ്ലസ് ഇട്ട് വരുന്ന രൂപത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഈ ഹരണത്തിൻ്റെ രൂപത്തിൽ കിടക്കുന്ന ഇൻ്റഗ്രാൻഡ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യത്തെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. ക്യാപിറ്റൽ എക്സ് പരിഗണിച്ച് നമുക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതാൻ പറ്റും. എന്ത് ക്യാപിറ്റൽ എക്സ് എടുക്കുന്നോ അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിക്കണമെന്ന് മാത്രം. ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ e⁻x കൂടെ സൈനോ കോസോ വന്നാൽ ലെറ്റ് ഐ എന്ന് ക്വസ്റ്റിന് പേരിടണം. ഇത് പാർട്സ് തന്നെയാണ് ചെയ്യണത്. എന്തിനാണ് ഇങ്ങനെ പേരിടണമെന്ന് വെച്ചാൽ ഹൈലൈറ്റ് വെച്ച് ചെയ്ത് പാർട്സ് ചെയ്ത് പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും വരുമ്പോൾ അവിടെയും ഐ ഇടാൻ വേണ്ടിയിട്ടാണ്. ഐകളെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ടാണ് അതിൽ നിന്ന് ഐയുടെ വില കിട്ടുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, ഇൻ്റഗ്രൽ 1/s² + a² dxൻ്റെ ആൻസർ അതൊരു ഫോർമുലയാണ് 1/a tan ഇൻവേഴ്സ് x/a + c. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ഇൻ്റഗ്രൽ 1/9s² + 6s + 5 dx. ഇങ്ങനെ വരുന്ന ഓർക്കണില്ലേ, 1/2 ഡിഗ്രി വന്നാൽ ആ സെക്കൻഡ് ഡിഗ്രിയെ സൈഡിലേക്ക് മാറ്റി രണ്ട് സ്ക്വയറുകളുടെ സമ്മോ ഡിഫറൻസോ ആയിട്ട് മാറ്റാൻ പറഞ്ഞിരുന്നു. ഈ സെക്കൻഡ് ഡിഗ്രിയെ ആദ്യം എന്ത് ചെയ്തു വെച്ചാൽ s² കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 1 ആകാൻ വേണ്ടി 9 പുറത്തെടുത്തു. അപ്പോൾ അകത്ത് എന്ത് വരും, s² + 6/9x + 5/9 എന്ന് വരും. ഈ സെക്കൻഡ് ഡിഗ്രിയാണ് നമ്മൾ രണ്ട് സ്ക്വയറുകളുടെ രൂപത്തിലേക്ക് മാറ്റുന്നത്. അതുകൊണ്ട് ഈ 9 എടുത്തില്ല, ബാക്കി വരുന്ന സെക്കൻഡ് ഡിഗ്രി എടുത്താണ് നമ്മളിങ്ങനെ ചെയ്തത്. ആ 1/9 പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ s² + 6/9x + 5/9 എങ്ങനെ ഒരു രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ മാറ്റാം എന്ന് വെച്ചാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 6/9ൻ്റെ പകുതി, കോയിഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ പകുതി 6/9ൻ്റെ പകുതി എന്ന് വെച്ചാൽ 3/9 ആണ്. പ്ലസ് ആണ് ഇവിടുത്തെ സൈന്. x + 3/9 ഹോൾ സ്ക്വയർ. അന്നേരം നമുക്ക് a + b ഹോൾ സ്ക്വയർ വെച്ച് ഈ രണ്ടിൻ്റെയും ശരിയായി. പിന്നെ ഇവിടെ 9/81 വന്നു. 9/81 b² ടൈം 9/81 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/9. ആ 1/9 നമുക്ക് ആവശ്യമില്ല ഇതിനകത്ത്, അതുകൊണ്ട് അത് മൈനസ് ഇട്ട് കളഞ്ഞു. പിന്നെ നമുക്ക് ആവശ്യമുള്ള +5/9 എഴുതി. ഒന്നുകൂടെ പറയാം, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 6/9ൻ്റെ പകുതി 3/9 പോസിറ്റീവ്, x + 3/9 ഹോൾ സ്ക്വയർ. ഇത് a + b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² + 2ab + b², 1/3 ആണിത്. 1/3യുടെ സ്ക്വയർ എത്രയാണ്, 1/9. ആ b² ടേം നമുക്ക് വേണ്ട, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് കളഞ്ഞു. -1/9 പകരം വേണ്ട 5/9 ഇട്ടു. x + 1/3 ഇത് സിംപ്ലിഫൈ ചെയ്താണ് ഹോൾ സ്ക്വയർ പ്ലസ് ഇത് ചെയ്യുമ്പോൾ 4/9 x + 1/3 ഹോൾ സ്ക്വയർ + 2/3 ഹോൾ സ്ക്വയർ. അങ്ങനെ രണ്ട് സ്ക്വയറുകളുടെ സമ്മാക്കി മാറ്റി. അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി എഴുതുവാണ്. 1/9 × 1/x + 1/3 ഹോൾ സ്ക്വയർ + 2/3 ഹോൾ സ്ക്വയർ dx. 1/9 ഇനി ഈ പറയുന്ന ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എഴുതാൻ ക്യാപിറ്റൽ എക്സ് പരിഗണിക്കണമെന്ന് നമുക്കറിയാം. ക്യാപിറ്റൽ എക്സ് ആയിട്ട് s + 1/3. അതുമാത്രം പോരാ, ഏത് ഫോർമുലയാണ് ഇതിന് വേണ്ടത്, ഇൻ്റഗ്രൽ 1/x² + a² dx. 1/a tan ഇൻവേഴ്സ് s/a + c. ആ ഫോർമുലയാണ് വേണ്ടത്. അപ്പോൾ 1/9 കൂടാതെ 1/a എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2/3 tan ഇൻവേഴ്സ് x/a, x + 1/3/2/3. ക്യാപിറ്റൽ എക്സ് പരിഗണിച്ചതുകൊണ്ട് ക്യാപിറ്റൽ എക്സ് ആയിട്ട് പരിഗണിച്ചതിൻ്റെ ഡിഫറൻഷ്യൽ 1 കൊണ്ട് മൊത്തം ആൻസറിനെ ഹരിക്കണം +c. 1/a tan ഇൻവേഴ്സ് ക്യാപിറ്റൽ x/a ആണിത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ആയിട്ട് പരിഗണിച്ചതിൻ്റെ ഡിഫറൻഷ്യൽ 1 കൊണ്ട് ഹരിക്കണം +c. 1/9 × 3/2 × tan ഇൻവേഴ്സ് 3x + 1/3 × 3/2 വരും. ഈ കാരണം 2/3 കൊണ്ടുള്ള ഡിവിഷൻ മാറ്റി 2/3 മാറ്റിയിട്ട് 3/2 ആയിട്ട് ഇൻറ്റു വരും +c. 1/6 ഇപ്പോൾ എത്ര വരുന്നത്, 1/6 tan ഇൻവേഴ്സ് 3s + 1/2 +c. അങ്ങനെ ആ ആൻസർ കിട്ടും. ഇനി സി പാർട്ട് എന്നാ, ഇൻ്റഗ്രൽ x/x - 1 ഹോൾ സ്ക്വയർ × s + 2 dx ചെയ്യാനാണ്. 3 കണക്ക്. ആദ്യത്തത് ഫോർമുല, രണ്ടാമത്തെ 1/2 ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രിയെ മാറ്റിയെടുത്തു.
മൂന്നാമത്തത് ഇൻ്റഗ്രൽ x/x - 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2 dx എന്ന് പറയുമ്പോൾ ആ മൂന്നാമത്തെ കണക്ക് എന്തിൽ വരുന്നത് ഡിവിഷനിൽ വരുന്ന കണക്കായതുകൊണ്ട് അത് പാർഷ്യൽ ഫ്രാക്ഷനാണ്. മോളിൽ ഫസ്റ്റ് ഡിഗ്രി, താഴെ ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇൻറ്റു ഫസ്റ്റ് ഡിഗ്രി തേർഡ് ഡിഗ്രി. എന്തായാലും ഇത് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് എടുക്കേണ്ടത്? a/x - 1 പ്ലസ് b/x - 1 ഹോൾ സ്ക്വയർ പ്ലസ് c/s പ്ലസ് 2 കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. a/x - 1 പ്ലസ് b/x - 1 ഹോൾ സ്ക്വയർ പ്ലസ് c/s പ്ലസ് 2. അപ്പോൾ ഇനി എൽ സി എടുക്കുവാണ്. x-1 ഉണ്ട്, ഇവിടെ s-1 ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ s പ്ലസ് 2 ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും എൽ സി എം? s-1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2. അത് എൽ സി എടുക്കുമ്പോൾ എയുടെ കൂടെ എന്ത് വരും? x-1 മാത്രമല്ലേ താഴെയുള്ളൂ. അപ്പോൾ എയുടെ കൂടെ എന്ത് വരും? ഒരു x-1 വരും, പിന്നെ എസ് പ്ലസ് 2 വരും. പ്ലസ് ബിയുടെ കൂടെയോ s-1 ഹോൾ സ്ക്വയർ എൻ്റെ ഡിനോമിനേറ്റർ ആയ സ്ഥിതിക്ക് ബിയുടെ കൂടെ എസ് പ്ലസ് 2 മാത്രം വരും. പ്ലസ് സിയുടെ കൂടെ x-1 ഹോൾ സ്ക്വയർ വരും. എന്നാലും നോക്കിയാൽ എൽ സി എമായിട്ട് s-1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2 ആണ് വരുന്നത്. ഇവിടെ s-1 അതെടുക്കില്ല, s-1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ എൽ സി എം വരുമ്പോൾ എയുടെ കൂടെ എന്ത് വരും? എയുടെ ഡിനോമിനേറ്റർ x-1 ആയതുകൊണ്ട് എയുടെ കൂടെ എന്ത് വരും? ഒരു x-1 ഡിനോമിനേറ്ററിൽ തന്നെ ഉള്ളതുകൊണ്ട് ഒരു x-1 ഇൻറ്റു എസ് പ്ലസ് 2 വരും. പ്ലസ് ബിയുടെ കൂടെ അതിൻ്റെ ഡിനോമിനേറ്റർ ഇതായതുകൊണ്ട് എസ് പ്ലസ് 2 മാത്രം വരും. പ്ലസ് സിയുടെ കൂടെ അതിൻ്റെ ഡിനോമിനേറ്റർ ഇതായതുകൊണ്ട് s-1 ഹോൾ സ്ക്വയർ വരും. ഇനി നിങ്ങൾ ഈ 1ഉം 3ഉം കൂടെ ഈക്വൽ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഈക്വലായിട്ട് വരും. x ഈസ് ഈക്വൽ ടു a ഇൻറ്റു s-1 ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് b ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് c ഇൻറ്റു s-1 ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾക്കറിയാം എയുടെയും ബിയുടെയും സിയുടെയും വില കാണാം. പുട്ട് x1 ഇട്ടാൽ ഇതും പൊക്കോളും ഇതും പൊക്കോളും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പുട്ട് x1 ഇടുമ്പോൾ 1 ഈസ് ഈക്വൽ ടു ഇത് പോയി b ഇൻറ്റു 1 പ്ലസ് 2 ഇതും പോയി. അപ്പോൾ 3b. അപ്പോൾ ബിയുടെ വില 1/3. ഇനി പുട്ട് x-2 ഇട്ടാൽ ഇതും പൊക്കോളും ഇതും പൊക്കോളും. അപ്പോൾ -2 ഈസ് ഈക്വൽ ടു c ഇൻറ്റു -2 - 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 9c. -2 9c ആയതുകൊണ്ട് c എന്താണ്? -2/9. ഇനി നിങ്ങൾ ഓർക്കും എയുടെ വില എവിടെ നിന്ന് കിട്ടും? അന്നേരം ഇങ്ങനെ പുട്ട് x1 പുട്ട് x-2 അങ്ങനെ ഇടാനൊട്ടും ഇല്ല എങ്കിൽ പുട്ട് x0 ഇട്ടാൽ മതി. പുട്ട് x0 ഇടുമ്പോൾ LHS 0 ഈസ് ഈക്വൽ ടു a ഇൻറ്റു 0 - 1 ഇൻറ്റു 0 പ്ലസ് 2 പ്ലസ് b ഇൻറ്റു 0 പ്ലസ് 2 പ്ലസ് c ഇൻറ്റു 0 - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു a ഇൻറ്റു -1 ഇൻറ്റു 2 പ്ലസ് b ഇൻറ്റു 2 പ്ലസ് c ഇൻറ്റു -1 ഹോൾ സ്ക്വയർ. 0 ഈസ് ഈക്വൽ ടു -2a പ്ലസ് 2b പ്ലസ് c എന്ന് കിട്ടും. അതിൽ നമുക്ക് ബി സി വില ഇടാനുണ്ടല്ലോ. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു -2a പ്ലസ് 2 ഇൻറ്റു 1/3 -2/9. 2a ഇതിപ്പുറം കൊണ്ടുവന്നു ഈക്വൽ ടു 2/3 -2/9. 9 എൽ സി എടുക്കുമ്പോൾ എന്ത് വരും? 6 വരും. ഈ 9 എൽ സി എടുക്കുമ്പോൾ ഇവിടെ 3 ഉള്ളൂ. അപ്പോൾ ഒരു 3 കൊണ്ട് 2നെ ഗുണിക്കണം. 6 മൈനസ് മറ്റേതിൽ 2 തന്നെ 4/9. 2a 4/9 ആണെങ്കിൽ a എന്താണ്? 4/9 ഇൻറ്റു 2 വെട്ടിപ്പോയി 2/9 കിട്ടി. അങ്ങനെ a 2/9 കിട്ടി, b 1/3 കിട്ടി, c -2/9 കിട്ടി. അങ്ങനെ എയും ബിയും സിയും വില കിട്ടി. ഈ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ x/s-1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു ഈ എടുത്ത സ്ഥലത്തേക്ക് എടുക്കുകയാണ്. എയുടെ വില കൊടുക്കും, ബിയുടെ വില കൊടുക്കും, സിയുടെ വില കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 2/9 ഇൻറ്റു s-1 പ്ലസ് ബി 1/3 ആയതുകൊണ്ട് 1/3 ഇൻറ്റു s-1 ഹോൾ സ്ക്വയർ മൈനസ് സി -2/9 ആയതുകൊണ്ട് ഇൻറ്റു എസ് പ്ലസ് 2 വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇൻ്റഗ്രൽ x/s-1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2 dx ചെയ്യാൻ 2/9 മുകളിൽ എഴുതിയാൽ ആ 9 താഴെ വരുന്നത്. 1/3 മുകളിൽ കയറ്റി എഴുതിയാലും 3 താഴേക്കാണ് വരുന്നത്. -2/9 അങ്ങനെ മുകളിൽ കയറ്റി എഴുതിയാൽ 9 താഴെ വരുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. 2/9 പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 1/s-1 dx പ്ലസ് 1/3 പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 1/s-1 ഹോൾ സ്ക്വയർ dx -2/9 പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 1/s പ്ലസ് 2 dx സമം 2/9 ഇൻ്റഗ്രൽ 1/s-1 dx പ്ലസ് 1/3. ഈ 1/s-1 ഹോൾ സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഫോർമുലയില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ഫോർമുലയുണ്ട്. 1/X ആയിട്ട് എടുത്താൽ മതി. ഇതും ചെയ്യാൻ ഫോർമുലയുണ്ട്. 1/X എടുത്താൽ മതി. പക്ഷേ ഇതിനില്ല. 1/S².
ഞാൻ ഫോർമുലയുടെ കൂട്ടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് 1 ക്യാപിറ്റൽ എക്സ് സ്ക്വയർ മൈനസ് 1 ക്യാപിറ്റൽ എക്സ് എന്ന് -1 ഇതാണ് -1 ക്യാപിറ്റൽ എക്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് അത് എഴുതാൻ പറ്റുന്നവർ എഴുതുക, അല്ലെങ്കിൽ 1 x - 1 ഹോൾ സ്ക്വയർ എന്ത് ചെയ്യണം, x - 1 റേസ് ടു -2 dx എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. x - 1 റേസ് ടു -2 dx. എന്നിട്ട് നമുക്ക് ഈ 3 ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. 2/9 ഇൻറ്റു എങ്ങനെയാണ് 1 x - 1 ഇൻ്റഗ്രേറ്റ് ചെയ്യണേ, ക്യാപിറ്റൽ എക്സ് ആയിട്ട് x - 1 എടുത്തു. അപ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി പറയുന്നത് 1 ക്യാപിറ്റൽ എക്സ്. 1 ക്യാപിറ്റൽ എക്സിൻ്റെ ഇൻ്റഗ്രലാണ് ലോഗ് മോഡ് ക്യാപിറ്റൽ എക്സ് ബൈ ക്യാപിറ്റൽ എക്സ് ആയിട്ട് കരുതിയതിൻ്റെ ഡിഫറൻഷ്യൽ 1 പ്ലസ് 1/3 ഇൻറ്റു വീണ്ടും ക്യാപിറ്റൽ എക്സ് ആയിട്ട് x - 1 തന്നെ എടുത്തു. അപ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി പറയുന്നത് ക്യാപിറ്റൽ എക്സ് റേസ് ടു -2 എന്നാണ്. ക്യാപിറ്റൽ എക്സ് റേസ് ടു -2ൻ്റെ ഇൻ്റർവൽ എന്നാ, ക്യാപിറ്റൽ എക്സ് റേസ് ടു -2 + 1 ബൈ -2 + 1. എന്നിട്ട് എന്ത് ക്യാപിറ്റൽ എക്സ് എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യലായ 1 കൊണ്ട് ഹരിച്ചു. ഒന്നുകൂടെ നോക്കിയേ, ക്യാപിറ്റൽ എക്സ് ആയിട്ട് x - 1 എടുത്തു. ക്വസ്റ്റ്യൻ മാറ്റി പറഞ്ഞു ക്യാപിറ്റൽ എക്സ് റേസ് ടു -2, അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ക്യാപിറ്റൽ എക്സ് റേസ് ടു -2 + 1 ബൈ -2 + 1. എന്ത് ക്യാപിറ്റൽ എക്സ് എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യലായ 1 കൊണ്ട് ഹരിച്ചു. -2/9 ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ആയിട്ട് x+2 എടുത്തു. ക്വസ്റ്റ്യൻ മാറ്റി വായിച്ചു 1 ക്യാപിറ്റൽ എക്സ്. 1 ക്യാപിറ്റൽ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് ക്യാപിറ്റൽ എക്സ്, അതായത് ലോഗ് മോഡ് x+2 ക്യാപിറ്റൽ എക്സ് ആയിട്ട് കരുതി x+2ൻ്റെ ഡിഫറൻഷ്യൽ 1 കൊണ്ട് ഹരിച്ചു പ്ലസ് സി. 2/9 ലോഗ് മോഡ് x - 1 -1/3 ഇത് താഴെ വരും ബൈ x - 1, കാരണം x - 1 റേസ് ടു -1 ആണിത്. ഇവിടെ നിന്ന് -1/3 വരും. ഇത് -1 ആയതുകൊണ്ട് ഗുണിച്ച് -1/3 വരും. കൂടാതെ ഇത് x - 1 റേസ് ടു -1 ആയതുകൊണ്ട് അത് ഡിനോമിനേറ്ററിലേക്ക് വരും x - 1 ആയിട്ട്. -2/9 ലോഗ് മോഡ് x+2 പ്ലസ് സി. അങ്ങനെ നമുക്ക് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റും. പാർഷ്യൽ ഫ്രാക്ഷൻ ഒരു ഇച്ചിരി വലിയ കണക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഈ ഇൻ്റഗ്രാൻഡ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ a/x - 1 പ്ലസ് b/x - 1 ഹോൾ സ്ക്വയർ പ്ലസ് c/x+2. പിന്നെ LC എടുത്തേ ഉള്ളൂ. LCM ഇത് വരില്ല, x - 1 ഹോൾ സ്ക്വയർ ഇൻറ്റു x+2 ആണ് LCM വരുന്നത്. അപ്പോൾ എയുടെ കൂടെ വരുന്നത് അതിൻ്റെ ഡിനോമിനേറ്റർ x - 1 ഉള്ളത് കൊണ്ട് ഒരു x - 1 പിന്നെ x+2 ആണ്. ബിയുടെ കൂടെ അതിൻ്റെ ഡിനോമിനേറ്റർ ഇത് ഉള്ളത് കൊണ്ട് x+2 മാത്രം, സിയുടെ കൂടെ അതിൻ്റെ ഡിനോമിനേറ്റർ x+2 ഉള്ളതുകൊണ്ട് x - 1 ഹോൾ സ്ക്വയർ മാത്രം. അപ്പോൾ ഈ ന്യൂമറേറ്ററും തുല്യപ്പെടുത്തിയിട്ട് എയുടെയും ബിയുടെയും സിയുടെയും വില കാണാൻ പുട്ട് x1 എടുത്തു, പുട്ട് x -2 എടുത്തു, പിന്നെ പുട്ട് x 0 കൂടെ എടുത്ത് എല്ലാത്തിൻ്റെയും വില കിട്ടി. വില കിട്ടിക്കഴിയുമ്പോൾ ഇൻ്റഗ്രാൻഡ് മാറ്റി എഴുതി ഇൻ്റഗ്രേഷൻ ചെയ്തു. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് എഴുതിയിട്ട് ക്യാപിറ്റൽ എക്സ് ആയിട്ട് x - 1 എടുത്താൽ മാത്രം മതി. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒന്നുകിൽ ഡയറക്റ്റ് ഫോർമുല 1 ക്യാപിറ്റൽ എക്സ് സ്ക്വയർ പഠിപ്പിച്ചിട്ടുണ്ട്, -1/x പ്ലസ് ചെയ്യുന്ന. അത് ഓർമ്മയില്ലാത്തവർ x - 1 റേസ് ടു -2 അതിനെ മാറ്റിയ ശേഷം ക്യാപിറ്റൽ എക്സ് ആയിട്ട് x - 1 എടുക്കുക. അപ്പോൾ ക്യാപിറ്റൽ എക്സ് റേസ് ടു -2 അതിൻ്റെ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എക്സ് റേസ് ടു -2 + 1 ബൈ -2 + 1. എന്ത് ക്യാപിറ്റൽ എക്സ് എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിക്കുക. അങ്ങനെ ഇൻ്റഗ്രേഷൻ പൂർത്തിയാക്കാൻ പറ്റും. ഇനി ഈ ഏഴാമത്തെ കണക്കിൻ്റെ 24ാമത്തെ പേജിലെ ഒരു കണക്കേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. എ പാർട്ടും ബി പാർട്ടും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. സി ഇല്ല. സി അടുത്ത ദിവസമായിട്ട് ഇൻ്റഗ്രൽ x - 1/s+1 dx. ഇത് കണ്ടോ, ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യാൻ മുകളിലും താഴെ ഒരേ ഡിഗ്രി വന്നാൽ അത് പ്രോപ്പർ റാഷണൽ ഫങ്ഷൻ അല്ല. ഉടനെ ഹരിക്കണം. എങ്ങനെയാണ് ഹരിക്കണേ? x - 1നെ s+1 കൊണ്ട് ഹരിക്കുക. നമ്മൾ ആകെപ്പാടെ ചോദിക്കുന്നത് ഈ എക്സിൽ എത്ര എക്സ് ഉണ്ട് അതേ ചോദിക്കുകയുള്ളൂ. ഒരു തവണ ആ 1 കൊണ്ട് ഇത് കംപ്ലീറ്റ് ഗുണിച്ച് ഇതിൻ്റെ അടിയിലേക്ക് എഴുതുക. അപ്പോൾ 1 × s+1 s+1. ഇനി പരസ്പരം കുറയ്ക്കുക. കുറച്ചപ്പോൾ ഇത് പോയി -1 അപ്പോൾ എത്ര വരും? -2. കാരണം തീർന്നു. x - 1/s+1 ഇംപ്രോപ്പർ റാഷണൽ ഫങ്ഷനാണ്. കാരണം മുകളിലും താഴെ ഒരേ ഡിഗ്രി, മുകളിൽ ഡിഗ്രി കൂടിക്കിടന്നാലും മുകളിലും താഴെ ഒരേ ഡിഗ്രി വന്നാലും ഇതുപോലെ ഹരിക്കണം. x - 1/s+1 ചോദിക്കേണ്ടത് ഇത്ര മാത്രം, ഈ എക്സിൽ എത്ര എക്സ് ഉണ്ട്, ഇവിടെ കൂടിക്കിടക്കുന്ന പവറിൽ എത്ര ഇവിടുത്തെ കൂടുതലുള്ള പവറുണ്ട്, എക്സിൽ എത്ര എക്സ് ഉണ്ട് 1 ഗുണിച്ചു 1 × s+1 s+1. ഇനി കുറയ്ക്കുമ്പോൾ ഇത് പോയി -1 -1 -2.
അങ്ങനെ നമ്മൾ എക്സ് മൈനസ് വണ്ണിനെ എക്സ് പ്ലസ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കോഷ്യൻ്റ് 1 പ്ലസ് റിമൈൻഡർ -2 ബൈ ഡിവൈസർ എസ് പ്ലസ് 1 എന്ന രൂപത്തിൽ അതിനെ എഴുതാൻ പറ്റും. 1 കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ -2 ബൈ ഡിവൈസർ എസ് പ്ലസ് 1 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. ഡി എക്സ് കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യണമെന്ന് കാണിക്കാനാണ് ബ്രാക്കറ്റ്. ഇനി രണ്ടാക്കി തിരിച്ചെടുത്താൽ മതി. ഇൻ്റഗ്രൽ 1 ഡി എക്സ് -2 പുറത്തെടുത്ത് ഇൻ്റഗ്രൽ 1 ബൈ എസ് പ്ലസ് 1 ഡി എസ് കണക്കെളുപ്പമായി. ഇൻ്റഗ്രൽ 1 ഡി എക്സ് എക്സ് ആണെന്നും -2 ഇൻറ്റു ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ക്യാപിറ്റൽ എക്സ് ആയിട്ട് എസ് പ്ലസ് 1 എടുക്കണമെന്ന് നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ എക്സ് ആയിട്ട് എസ് പ്ലസ് 1 എടുക്കുമ്പോൾ ലോഗുമോഡ് ക്യാപിറ്റൽ എക്സ്, അതായത് ലോഗുമോഡ് എക്സ് പ്ലസ് 1 എന്ത് ക്യാപിറ്റൽ എക്സ് എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യൽ 1 എക്സ് പ്ലസ് 1ൻ്റെ ഡിഫറൻഷ്യൽ 1 ആണ്. അതുകൊണ്ട് ഹരിച്ചു പ്ലസ് സി. അപ്പോൾ എക്സ് -2 ലോഗുമോഡ് എക്സ് പ്ലസ് 1 പ്ലസ് സി എന്ന് കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ കണക്ക് ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഹരിച്ചെടുത്തിട്ട് വേണം കണക്ക് ചെയ്യാൻ. ബി പാർട്ടും കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സൈനസ് ബൈ സൈനസ് മൈനസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇത് ഞാൻ ഫോർമുലയുടെ കൂട്ടത്തിൽ തന്നിട്ടുണ്ട്, പഠിച്ചു വെക്കണമെന്നും പറഞ്ഞ് ആ കൂട്ടത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. സൈനസ് ബൈ സൈൻ എസ് മൈനസ് എ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സിമ്പിളിട്ട് എഴുതി ഇൻ്റഗ്രൽ സൈനസ് ബൈ സൈനസ് മൈനസ് എ ഡി എക്സ്. ഓർക്കണില്ലേ, ഈ എക്സ് മൈനസ് ഇട്ട് തന്നെ ഇവിടെ എഴുതുക. അപ്പോൾ എക്സ് മൈനസ് എ ഇട്ടാൽ പ്ലസ് എ എന്ന് കൊടുക്കണം. അപ്പോൾ ക്യാപിറ്റൽ എ പ്ലസ് ബി, അങ്ങനെ സൈൻ ഓഫ് എക്സ് മൈനസ് എ പ്ലസ് എ എന്നാലാണ് എക്സ് എ വന്ന് നിൽക്കുകയുള്ളൂ. വൈ സൈൻ എസ് മൈനസ് എ ഡി എസ്. ഇതേത് ഫോർമുലയാണ്? സൈൻ ഓഫ് എ പ്ലസ് ബി. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. എന്നിട്ട് പറഞ്ഞേ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ആ ഫോർമുല വെച്ച് എക്സ്പാൻഡ് ചെയ്തു. ബൈ സൈൻ എസ് മൈനസ് എ ഡി എസ്. ഇനി രണ്ടാക്കി ഇങ്ങനെ ഇത് തമ്മിൽ ഹരിച്ച് ഓർണം, ഇത് തമ്മിൽ ഹരിച്ച് ഓർണം, രണ്ടാക്കി എഴുതുവാണ്. ഇത് തമ്മിൽ ഹരിക്കുമ്പോൾ വെട്ടിപ്പോയിട്ട് കോസെ മാത്രമേ ഉള്ളൂ. കോസെ കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുക്കാം. കോസെ ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് പ്ലസ് ഇവ തമ്മിൽ ഹരിക്കുമ്പോൾ സൈനെ കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുക്കാം. കൂടാതെ ഇവ തമ്മിൽ ഹരിക്കുമ്പോൾ കോസ് എസ് മൈനസ് എ ബൈ സൈൻ എസ് മൈനസ് എ എന്ന ഇൻ്റഗ്രേഷൻ വരും. ഡി എക്സ് സൈനെ കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. കോസ് എ ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്താണ്? എക്സ് പ്ലസ് സൈനെ ഇൻറ്റു താഴത്തിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മോഡിൽ വന്നാൽ ലോഗ് മോഡ് സൈൻ എക്സ് മൈനസ് എ. ക്യാപിറ്റൽ എക്സ് ആയിട്ട് എസ് മൈനസ് എ എടുത്തുകൊണ്ടാണെങ്കിൽ പോലും ക്യാപിറ്റൽ എക്സ് ആയിട്ട് എസ് മൈനസ് എ എടുക്കാം. അപ്പോൾ താഴത്തിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ സൈൻ എസ് മൈനസ് എയുടെ ഡിഫറൻഷ്യൽ എന്നാ? കോസ് എസ് മൈനസ് എ. എസ് മൈനസ് ഇൻറ്റു 1 കൂടിയല്ലേ വരുള്ളൂ. അപ്പോൾ താഴത്തിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ തന്നെ മോഡിൽ വരുന്ന ഒരു ഇൻ്റഗ്രേഷനാണിത്. അപ്പോൾ ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി. അങ്ങനെ കണക്ക് തീർന്നു. എക്സ് കോസ് എ, എക്സ് ആദ്യം എഴുതണം കാരണം ഈ എ കോസിൻ്റെ ആംഗിളാണ്, പക്ഷേ ഈ എക്സ് അല്ല, പക്ഷേ എക്സ് മാറ്റി എഴുതണം. എക്സ് കോസ് എ പ്ലസ് സൈനെ ഇൻറ്റു ലോഗ് മോഡ് സൈൻ എസ് മൈനസ് എ പ്ലസ് സി. അങ്ങനെ ഈ ഇതിലെ 2 കണക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കണക്ക് ഇച്ചിരി വലിയ കണക്കായതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം പറഞ്ഞിരുന്നുള്ളൂ. ഇത് ഇംപ്രോപ്പർ ആയതുകൊണ്ട് ഹരിച്ചിട്ട് ചെറുതായി വന്നിട്ട് വേഗം ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു. ഇത് എക്സ് മൈനസ് എ തന്നെ ആംഗിളും മുകളിലിട്ട് നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നു. സൈൻ ഓഫ് എ പ്ലസ് ബി. ഇത് ഞാൻ ഫോർമുലയുടെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാവരും ഇത്രയും കണക്കുകൾ എഴുതിയെടുത്ത് പഠിച്ചോളണം. ഇനി നമുക്ക് പഠിക്കേണ്ടത് 24ാമത്തെ പേജിലെ സി പാർട്ടാണ്. ഞാൻ ഓർത്തിരുന്നോളാം.